ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനീഷ്. ഞാൻ ആദില അബ്ദുൽ കരീം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് വന്നിരിക്കുന്നത് LPSA UPSA 2026 പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പം അതിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ CC മുന്നോട്ട് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്? കാരണം ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതിലൊക്കെ ആദ്യത്തെ റാങ്കുകളിലേക്ക് CCയിലെ കുട്ടികൾ എത്തുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കലി പഠിക്കേണ്ടത് എന്ന് എനിക്ക് കുറേ കമന്റ്സ് വന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതില LPSA UPSA കഴിഞ്ഞ തവണത്തെ ഇടുക്കി ജില്ലയിലെ അല്ലേ, ഇടുക്കി ജില്ലയിൽ 41ാമത്തെ റാങ്ക് ഹോൾഡർ ആണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ CCയിലെ LPSA UPSA മെന്ററും കൂടിയാണ്. അപ്പൊ ഞങ്ങള് ഇന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എങ്ങനെ പഠിക്കാം എന്ന് പറഞ്ഞു തരുന്നു. ഓക്കെ ആണല്ലോ അല്ലേ? ഇതിലെ ഓക്കെ, നമുക്ക് നോക്കാം മിസ്. നമ്മൾ ഒരു ദിവസം ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, സ്റ്റുഡൻസിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ദിവസം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതെ, ആദ്യം നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനോട് പറയുന്ന ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടത് നമ്മുടെ സിലബസ് ആണ്. അതെ, അപ്പം സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് എപ്പോഴും കുട്ടികളുടെ കയ്യിലില്ലേ? എൻഷുർ ചെയ്യാറുണ്ട്. എല്ലാവരോടും നമ്മൾ ഓരോ മെന്റർഷിപ്പ് ക്ലാസ്സിൽ അവരോട് പറയാറുണ്ട്, ഫസ്റ്റ് നിങ്ങൾ സിലബസ് എടുത്ത് വെക്കുക. സിലബസിൽ തന്നെ ആദ്യം വായിക്കുമ്പോൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക, രണ്ടാമത് പേന കൊണ്ട് മാർക്ക് ചെയ്യുക, മൂന്നാമത്തെ തവണ റിവിഷൻ ചെയ്യുമ്പോൾ സ്കെച്ച് മാർക്ക് കൊണ്ട് മാർക്ക് ചെയ്യാന്ന്. അപ്പൊ അവർക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും, അവർക്ക് എന്തൊക്കെ അറിയാം, എന്തൊക്കെ പഠിച്ചു, ഇനി ഏത് മേഖലയാണ് പഠിക്കാനുള്ളതെന്ന്. അതെ, അപ്പം എല്ലാ സ്റ്റുഡൻസിനോടും ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അവർക്കൊരു കോൺഫിഡൻസ് ആണ്, ഇത് വായിച്ചു കഴിഞ്ഞു, സിലബസ് കഴിഞ്ഞു എന്നൊരു തോന്നല്. എപ്പോഴും CCയുടെ ക്ലാസ്സുകൾ ഞങ്ങൾ മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴും ലോങ് ആയിട്ട് തന്നെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് സിലബസ് കവർ ചെയ്യും. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ പോരാ. ഇപ്പൊ അവര് ഓക്കെ ഇത് ഞാൻ പഠിച്ചതാണല്ലോ എന്ന് നോക്കിയാൽ പോരാ, ഇത് എന്നിൽ നിലനിൽക്കുന്നുണ്ടോ. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഞാൻ പഠിച്ച ടോപ്പിക്കാണ്, അതിനെനിക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നു. പഠിച്ചു വെച്ചാൽ മാത്രം പോരല്ലോ, ഇതിന് ആൻസറിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് പല തവണ നമ്മൾ പല കളർ പെൻ വെച്ച് മാർക്ക് ചെയ്യാനായിട്ട് പറയുന്നത്. അതെ, അപ്പം അതാണ് ആദ്യം ഞങ്ങൾ ചെയ്യിപ്പിക്കാറുള്ളത്. പിന്നെ ബേസിക്കലി ഞങ്ങളുടെ ക്ലാസ്സുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴും യൂട്യൂബിലൂടെയല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ്. അത് iOS അവൈലബിൾ ആണ്, ആൻഡ്രോയിഡിൽ അവൈലബിൾ ആണ്, അതോടൊപ്പം തന്നെ വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. അതിൽ ഞങ്ങൾ ഈ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഈ സിലബസിനെ നമ്മൾ ഇനി എങ്ങനെയാണ് സെഗ്മെന്റ് ചെയ്ത് ടൈം ടേബിൾ ആക്കുന്നത്? ഓക്കെ, നമ്മള് ഇപ്പൊ നമ്മുടെ ടൈം ടേബിൾ നോക്കിയാലോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് നോക്കിയാലോ, അതെ, നമുക്കിപ്പോ ഒരു ദിവസം പഠിക്കേണ്ട ഇപ്പൊ ഹിസ്റ്ററി എന്നുള്ള ഒരു ടോപ്പിക്, സോഷ്യൽ സയൻസ് എന്നുള്ള ടോപ്പിക് ഉണ്ടാവും, സയൻസ് ടോപ്പിക്, നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ നിന്നുള്ള ടോപ്പിക്സ് ഉണ്ടാവും. നമുക്ക് കാണിച്ചിട്ട് പറയാം അത്. നമ്മുടെ ഈ ഒരു അവർക്ക് കുറച്ചും കൂടി അത് മനസ്സിലാക്കാൻ പറ്റുമോ? അതെ അതെ, ഈ ആഴ്ച നമുക്കൊരു ടൈം ടേബിൾ കാണിക്കാം. അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പൊ അതിലെ പറഞ്ഞ പോയിന്റ് ഇതാണ് അല്ലെ, എല്ലാ സബ്ജക്റ്റുകളും ഞങ്ങൾ പരിഗണന കൊടുക്കും. പക്ഷെ പരിഗണന കൊടുക്കുമ്പോഴും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, മലയാളം, ഇംഗ്ലീഷും മാത്സ്, ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്. നമുക്ക് 10 മാർക്ക് വരുന്ന ഏരിയ ആണ്. അപ്പൊ നമ്മൾ ഡെയിലി മലയാളം, ഇംഗ്ലീഷ്, മാത്സ് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ സൈക്കോളജി ഇത് പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ സൈക്കോളജി നമ്മൾ DLED ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ദിവസവും പഠിപ്പിക്കുന്നത്. ഇത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്ന് പറഞ്ഞാൽ ഏത് PSC എക്സാമിന്റെയും ഒരു തുറുപ്പ് ചീട്ട എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കാണ്. മാത്സ് MEM എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ടാണ്? കാരണം കിട്ടിയ അതായത് തെറ്റത്തില്ല. മനസ്സിലായോ? ഇപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചരിത്രത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു കറണ്ട് അഫയേഴ്സ് ഫാക്ട് ഉണ്ടാകും, അല്ലെ കേട്ടിട്ടില്ലാത്ത ഫാക്ട് ഉണ്ടാവും. പക്ഷെ കണക്കിന്റെ ഒരു ചോദ്യം നമുക്ക് ആൻസർ കിട്ടും. മറ്റേതൊക്കെ കിട്ടുമോ ഇല്ലയോ ഉറപ്പിക്കാൻ പറ്റത്തില്ല. ബേസ് ലെവലിൽ ചോദിക്കാം, ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങി ചോദിക്കാം. അതുകൊണ്ട് എപ്പോഴും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവര് MEM പരിഗണന കൊടുക്കണം. അത് സ്വാഭാവികമായിട്ടും ഒരു പേടിയുള്ള സബ്ജക്റ്റുകളും കൂടിയാണ്. ഇത് എനിക്ക് മാത്സ് പഠിച്ചെടുക്കാൻ പറ്റുമോ, കിട്ടുമോ, എനിക്ക് പാടാണ്, ഒരുപാട് പേർക്ക് പ്രയാസമാണ്. പക്ഷെ നമ്മളത് നമ്മുടെ ക്ലാസ്സസ് ലൈവ് ക്ലാസ്, ഇപ്പൊ ആദ്യം നമ്മൾ സിലബസ് കൊടുക്കും, സിലബസിനനുസരിച്ച് നമുക്ക് ആപ്പിൽ ക്ലാസ് പോകുന്നുണ്ട്. അതേ ടോപ്പിക് അവർ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ആ വീക്കിൽ തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. അതായത് മാത്സ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട്, അതായത് ഷൈജു സാർ ക്ലാസ്സുകളിലുണ്ട്, സുജാമിസ് ക്ലാസ്സുകളിലുണ്ട്. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളിലേക്ക് മാത്സ് എത്തിക്കുന്ന മനു അധ്യാപകർ ഒരുപാട് പേരുണ്ട്. എത്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്യുന്നത്. ഷൈജു സാർ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു
100 പേരുള്ള ബാച്ചിൽ പോയാലും ഏറ്റവും അറിയാത്ത കുട്ടിയെ പരിഗണിച്ചേ ക്ലാസ്സുകൾ എടുക്കാറുള്ളൂ എന്ന് പറയും. അതെ, സാർ എപ്പോഴും പ്രിഫർ ചെയ്ത് 2 മണിക്കൂറിന്റെ ലൈവാ. ആ. സാറ് പക്ഷെ അത് പറയും, പക്ഷെ ഞാനത് ബോർ അടുപ്പിക്കത്തും ഇല്ല. ആ. അപ്പൊ ഇന്ന് സാറ് തന്നെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്നലെ ക്ലാസ് 2 മണിക്കൂർ ശനിയാഴ്ചത്തെ കഴിഞ്ഞപ്പോഴത്തേനും കുട്ടികൾ പറയുന്നുണ്ട് സാർ ക്ലാസ് നിർത്തണ്ടാന്ന്. 2 മണിക്കൂറിന്റെ സെക്ഷനാ. ഓൾറെഡി അവർക്ക് അന്നത്തെ ദിവസം 4 മണിക്കൂർ ലൈവ് ഉണ്ടായിരുന്നു. എന്നിട്ട് 10 മണിക്കാണ് സാർ ലൈവ് നിർത്തിയത്. പക്ഷെ സാർ പറയുന്നുണ്ടായിരുന്നു, അതിനകത്ത് കുട്ടികൾ കമന്റ് ഇട്ടു, സാർ അത് സ്റ്റാറ്റസ് ചെയ്തേക്കുവാണ്, സാർ ക്ലാസ് നിർത്തണ്ട, ഇനിയും ക്ലാസ്സുകൾ പഠിക്കണം എന്നുള്ളത്. അപ്പൊ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്കും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ ഇംഗ്ലീഷ് ഞങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷ് ഞങ്ങൾ എപ്പോഴും പറയും, നിങ്ങൾ ഒരു എക്സാമിന് ഇംഗ്ലീഷ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് ശ്രീകലാ മിസ്സിനോടൊപ്പമാണെന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം നമ്മുടെ കുട്ടികളുടെ ഏറ്റവും ഇന്നലെ തന്നെ നമ്മൾ മീറ്റപ്പ് കണ്ടപ്പോ അല്ലേ, നമ്മുടെ സ്റ്റുഡൻസിന് തന്നെയല്ല, പുറത്തുനിന്ന് ഒരാൾ യൂട്യൂബ് ചാനലിൽ PSC നോക്കുന്ന ആളാണെങ്കിൽ ശ്രീകലാ മിസ്സിനെ അറിയാത്ത ആർക്കുണ്ടാവില്ല. അത് ശ്രീകലാ മിസ്സിന്റെ ഏറ്റവും നല്ല ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. ആ രീതിയിലായിരിക്കും ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. മലയാളം രേവതി മിസ്സാണ് കൈകാര്യം ചെയ്യുന്നത്. ടീച്ചറും ഇതാണ് ഒരു എനർജി ബോംബ് എന്നൊക്കെ പറയും. മിസ്സിനെ കണ്ടാൽ തന്നെ പഠിക്കാൻ നോക്കും. മിസ് ആ കുട്ടികളെ ആ ട്യൂണിൽ തന്നെ നമുക്ക് കേട്ടിരിക്കാനായിട്ട് ക്ലാസ് തോന്നും. എല്ലാവരും പറയും, നമ്മുടെ സ്റ്റുഡൻസ് ഫീഡ്ബാക്ക് തരുമ്പോഴത്തേനും രേവതി മിസ്സിന്റെ ക്ലാസ് ഭയങ്കര എനർജറ്റിക് ആന്ന് പറയുന്നുണ്ട്. അപ്പൊ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് നിങ്ങൾക്ക് പ്രയാസമാണ്. ഞങ്ങളുടെ ഫാക്കൽറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. നിങ്ങൾ ആദ്യം ഞങ്ങൾ എന്തുകൊണ്ട് അത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇങ്ങനെയാണ് ക്ലാസ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നവരാണെങ്കിലും ഈ 3 സബ്ജക്റ്റുകൾക്കും പരിഗണന കൊടുക്കുക. അടുത്ത കാര്യം സൈക്കോളജിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോളജി പഠിക്കുന്നത്. സൈക്കോളജി നമ്മളിപ്പോൾ ചെയ്യുന്നത്, ഈ ടൈം ടേബിൾ പറഞ്ഞിട്ട് പറയാം, വേൾഡ് ഹിസ്റ്ററി, ഫിസിക്സ്, സൈക്കോളജി, മലയാളം എന്നിവയാണ് ഡേ 1 പഠിക്കാൻ കൊടുത്തത്. അപ്പൊ ഡേ 1 പഠിക്കാൻ കൊടുക്കുമ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിന്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മൾ SCRT ചാപ്റ്റർ ആയിട്ട് കണക്ട് ചെയ്താണ് അവർക്ക് എപ്പോഴും പഠിക്കാൻ പറ്റുക. കാരണം നമുക്ക് SCRT ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ട് തന്നെ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് 5ാം ക്ലാസ്സിലെ ഭക്ഷണവും മനുഷ്യരും എന്നുള്ളത്. അപ്പൊ അതിന്റെ PDF കൂടെ നമ്മൾ അന്നേ ദിവസം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് അവരോട് പറയും. അപ്പൊ നമുക്ക് ആ വേൾഡ് ഹിസ്റ്ററിയുടെ യൂണിറ്റ് ഇവിടെ ഉണ്ടോ? വേൾഡ് ഹിസ്റ്ററിയുടെ ഭക്ഷണവും മനുഷ്യരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഭക്ഷ്യ ദിനത്തിലൂടെയാണ് തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ എന്താണ് കറക്റ്റ് ചെയ്യേണ്ടത്? ഒക്ടോബർ 16 ഭക്ഷ്യ ദിനമാണെന്ന് മനസ്സിലാക്കുക. അവിടെ അതിന്റെ ഒരു CA ഫാക്ടർ, കറന്റ് അഫയേഴ്സ് ഫാക്റ്റും കൂടെ പഠിച്ചിട്ട് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിന് തീമൊക്കെ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷ്യദിനവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ഇവിടുത്തെ താഴോട്ട് വരുമ്പം ഈ ചാപ്റ്ററിൽ എന്തൊക്കെയുണ്ട്? ഹാരപ്പൻ സംസ്കാരം അല്ല, ഇവിടെ ശരിക്കും ചരിത്രമാണ് ഇവിടെ തുടങ്ങുന്നത് അല്ലെ. ചരിത്രത്തിലെ ആദിമ മനുഷ്യരുടെ കാര്യമാണ് ഇവിടെ തുടങ്ങുന്നത്. ഇവിടെ പരീക്ഷയ്ക്ക് നമ്മൾ എപ്പോഴും നിങ്ങൾ ഈ ബോക്സിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഒന്ന് നന്നായി വായിച്ചു നോക്കുക. അവിടെ അതിന് ശരിക്കും എന്തുണ്ടാവും? സിവിലൈസേഷന്റെ കണ്ടന്റ് വരുന്നുണ്ട്. നമ്മൾ SCRT ചാപ്റ്റർ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, നമുക്കൊരു ചെറിയ ബോക്സ് അല്ലെങ്കിൽ ചെറിയൊരു പോർഷൻ പോലും ആയാലും അത് കുട്ടികൾക്ക് മിസ്സായി പോകരുത്. ഫുൾ ഒരു ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് അല്ലെങ്കിൽ സിവിലൈസേഷനെ കുറിച്ച് മാത്രം പറയുന്ന ചാപ്റ്റർ ആയിരിക്കില്ല. ഈ ചാപ്റ്ററിൽ ഏതെങ്കിലും പേജിൽ ഏതെങ്കിലും ഒരു സൈഡിൽ പോലെ ആണെങ്കിൽ കിട്ടാതെ പോകരുത്. അവിടെ ഇവിടെ ആദ്യകാല കാർഷികോപകരണങ്ങൾ, കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു മനുഷ്യന്റെ ആദ്യകാല കാർഷികോപകരണങ്ങൾ. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകരമായി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നോക്കിക്കോളൂ. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് സഹായകരമാകുന്നതാണ്. ഇവിടെ കളിമണ്ണൊക്കെ വരുന്നുണ്ട് അല്ലെ, ധാന്യപ്പുര വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്രധാനമായത് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ കൊടുത്തതിന് ഈ ഒരു കുഞ്ഞി ബോക്സിനെ ബേസ് ചെയ്ത് സ്റ്റുഡൻസിന് അത് കിട്ടാതെ പോകരുതെന്നാണ്. നമുക്ക് ഹാരപ്പൻ സംസ്കാരത്തിൽ വന്നതാണെന്ന് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദിയുടെ സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകൾ ഒന്നാണ് ധാന്യപ്പുര എന്ന് പറയുന്നത്. അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചിരുന്നു. ഇനി ഇതൊക്കെ എന്തിലേക്ക് വായിക്കാം? നമ്മളൊരു വൺസ് ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഒന്നുകിൽ PDF തന്നെ ഹൈലൈറ്റ് ചെയ്യാം അല്ലെ. അതെ, അല്ലെങ്കിൽ ആ അത്തരമുള്ള ബോക്സ് മാത്രം നമുക്ക് ഷോർട്ട് നോട്ടായിട്ടോ അല്ലെങ്കിൽ തന്നെ സ്ക്രീൻഷോട്ട് ആയിട്ടോ എടുത്ത് നമ്മുടെ ഗാലറിയിൽ സൂക്ഷിക്കാം. എക്സാം ടൈമിലേക്ക് നമുക്ക് അത് മാത്രം റിവൈസ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ സ്റ്റുഡൻസിനോട് നമ്മൾ ഡെയിലി വർക്ക്ഔട്ട് കൊടുക്കുന്നുണ്ടല്ലോ മിസ്സേ, അപ്പൊ പിള്ളേരോട് നമ്മൾ പറയാറുണ്ട്, നമുക്ക് ഡെയിലി എക്സാം പോകുന്നുണ്ട്, ഡെയിലി വർക്ക്ഔട്ട് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു വലിയ ബുക്ക് അതിന് മാത്രം മാറ്റി വെക്കുക. ഇപ്പൊ എക്സാമിൽ ചില ക്വസ്റ്റ്യൻ അവർക്ക് അറിയുന്നതായിരിക്കും, അറിയാത്തതായിരിക്കും. നമ്മുടെ ലോങ് ബാച്ച് ആണ്, അറിയാത്തത് മാത്രം എഴുതി വെക്കുമ്പോൾ ലാസ്റ്റ് എക്സാമിന്റെ ഒരു 6 മാസം റിവിഷൻ എടുക്കുമ്പോൾ അവരുടെ ഒരു ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അതിലൂടെ വേറൊരു പോയിന്റ് കൂടെ പറയാം.
മറ്റൊരു പോയിന്റ് കൂടെ ഞാൻ അവിടെ പറയാം. 1ാം റാങ്ക് കിട്ടിയ കുട്ടിയുടെ ആ. കഴിഞ്ഞ ദിവസം ബുക്കുകൾ നമ്മൾ റെഫറൻസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി കറക്റ്റായിട്ടും ഓരോ പരീക്ഷയ്ക്കും ഈ മാർക്കുകൾ എഴുതി വെക്കുകയും തെറ്റുന്ന ചോദ്യങ്ങളെ ആ ലെവൽ എന്തുകൊണ്ട് തെറ്റി അതിന് എക്സ്പ്ലനേഷൻ ആ ബുക്കിൽ കൊടുത്ത്, അതാണ്ട് ആ നോട്ട് ഞാൻ ഇപ്പോൾ സൈഡിൽ കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ആ നോട്ടിൽ എന്തുമാത്രം ക്ലാരിറ്റിയോടുകൂടിയാണ് ഓരോ ക്വസ്റ്റ്യൻസ്, എല്ലാ മോഡൽ എക്സാമും, സിസിയുടെ എല്ലാ മോഡൽ എക്സാമും എഴുതി തെറ്റിയതെല്ലാം കൃത്യമായി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആദ്യം തൊട്ട് ചെയ്തു പോകുക. അപ്പോൾ നിങ്ങളെ അനലൈസ് ചെയ്യാൻ നല്ലതായിരിക്കും. പിന്നെ ഇപ്പം അതിൽ ചെയ്യുമ്പോൾ അതിൽ നോട്ട് അയക്കാൻ പറയുന്നുണ്ട് കുട്ടികളോട്. നമുക്ക് അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് വന്ന ടോപ്പിക്ക് നിങ്ങൾ ക്ലാസ് കണ്ട് നോട്ട് എഴുതി വെക്കുക. അപ്പൊ ആ നോട്ട് നമുക്ക് ഷെയർ ചെയ്താലാണ് നമുക്കൊരു ഉറപ്പുള്ളൂ ഇവർ സ്റ്റുഡൻസ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവരത് അയച്ചു തരുമ്പോൾ ഇങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് ആദ്യമേ തൊട്ടത് തിരുത്തി പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതും ഒരു ഓൺലൈൻ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രിക്റ്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും മത്സര പരീക്ഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹത്തിൽ വരുന്നതാണ്. ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അവര് നോട്ടുകൾ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതോടെ കാണാം. കണ്ടോ, ഇതേപോലുള്ള ക്ലാസ്സുകളുടെ നോട്ടുകളാണ് കുട്ടികൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഈ നോട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ക്ലാസ് കണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലേ അവരെഴുതിക്കുന്നത് നോക്കി അറിയാൻ ചാന്നാർ ലഹളയുടെ തന്നെ മറ്റൊരു പേര് ആ മിസ് ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവരവിടെ മേൽമുണ്ട് സമരം എന്ന് പറഞ്ഞ് സ്പെഷ്യലി മെൻഷൻ ചെയ്യുന്നത്. മാറുമറയ്ക്കൽ സമരം അല്ലെ. ഇനി ശുചീന്ദ്ര രഥോത്സവം, വർഷം, തൂവയിൽ പന്തിക്കൂട്ടായ്മ, ഇത് വൈകുണ്ഠസ്വാമികളെ പറ്റിയിട്ടുള്ളതാണ്. സമാധി അല്ലെ, എല്ലാ നോട്ടുകളും, സമപന്തി ഭോജനം. കാരണം നമ്മളെപ്പോഴും ക്ലാസ്സുകൾ എടുക്കുന്ന PSC ബുള്ളറ്റിനെ തന്നെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് നോട്ടുകൾ പഠിക്കാൻ സാധിക്കും. നമ്മുടെ ടീച്ചേഴ്സ് നോക്കുന്നത് ഇതിൽ കഴിഞ്ഞൊന്നും കുട്ടികൾക്ക് മിസ്സായി പോകരുത്. മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് അത് അവർക്ക് ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുക. അല്ല ടീച്ചേഴ്സ് തന്നെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് അവർ സ്റ്റാർ ഇട്ട് വെക്കുന്നുണ്ട്, ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്കോളൂ, ഇങ്ങനെയാണ് നിങ്ങൾ നോട്ട് തയ്യാറാക്കേണ്ടത്. സിസിയുടെ ഒപ്പമാണ് പഠിക്കുന്നതെങ്കിൽ ഈ നോട്ടുകൾ ആഴ്ചകളിൽ ഞങ്ങൾ കുട്ടികളോട് സബ്മിറ്റ് ചെയ്യാനും പറയാറുണ്ട്. ഇനിയും ടൈം ടേബിളിലേക്ക് പോയി അടുത്തത് സൈക്കോളജി എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് കാണിച്ചു തരാം. ബേസിക്കലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സൈക്കോളജിയുടെ എല്ലാ കംപ്ലീറ്റ് ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം പഠിച്ചു തുടങ്ങാനായിട്ട് DLED നോട്ടുകൾ കൃത്യമായി കൊടുക്കാറുണ്ട്. DLEDന്റെ ഒരു നോട്ടിന്റെ ഫോർമാറ്റ് 5 പേജ് വെച്ച് ഒരു ദിവസം പഠിക്കുക എന്നാ പറയുന്നത്. അപ്പൊ ആ 5 പേജ് നമ്മൾ PDF ആയിട്ട് അയച്ചു കൊടുക്കാം. ഒന്ന് അവർക്ക് കാണിച്ചു. DLED നോട്ടിന്റെ പ്രത്യേകത എന്താണ്? ഒരു ബേസിക് കിട്ടാൻ ഏറ്റവും ഉപകാരപ്രദമാണ് അല്ലെ. സൈക്കോളജി അറിയില്ലാത്തവർ ആദ്യം DLED ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണാം. അപ്പൊ അവർക്കൊരു കണക്ഷൻ കിട്ടും. ഇപ്പൊ ഇന്നൊരു 5 പേജ് വായിക്കാൻ കൊടുക്കുമ്പോൾ അവർ നമ്മുടെ ക്ലാസ് കാണുമ്പോൾ ഓ ഇത് അവിടെ പറഞ്ഞതായിരുന്നു, അല്ലെങ്കിൽ മിസ് പറഞ്ഞതായിരുന്നു, അല്ലെങ്കിൽ മിസ്സിന്റെ ക്ലാസ് കണ്ടിട്ട് വായിക്കുമ്പോൾ ഓ മിസ് ഇത് ഇങ്ങനെ പറഞ്ഞതായിരുന്നു അവർക്ക് കണക്ഷൻ കിട്ടും. അതിനുവേണ്ടിയാണ് DLEDന്റെ ബുക്കുകളും ആദ്യം തന്നെ CC കവർ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സൈക്കോളജി ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന്റെ ഒരു ക്രിസ്പി വോയിസ് ഇല്ലേ, അതായത് നമ്മൾ 5 പേജല്ല കൊടുക്കുന്നത്. ആ 5 പേജ് നമ്മൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുമ്പോൾ അവര് ഇതിനകത്ത് ഏതൊക്കെ ഇപ്പൊ ബോക്സുകളുള്ള പേജുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സയന്റിസ്റ്റ് നമ്മുടെ സൈക്കോളജിസ്റ്റുകളുടെ പേരുള്ളതുണ്ടായിരിക്കും. അപ്പൊ അവര് പറയും ഇപ്പം ഒരു സാമൂഹിക വികസനം ആണെങ്കിൽ അതിനകത്ത് പിയാഷെ അല്ലെങ്കിൽ ബ്രൂണർ എന്താ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിനകത്തെ ആ പേജുകളിൽ എന്തൊക്കെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മുടെ ടീച്ചേഴ്സ് ഒരു വോയിസ് ഓവർ കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും ഇത് മാത്രമല്ല, പഠിക്കാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ മറ്റൊരു കാര്യം കൂടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പഠിക്കാൻ വളരെ സിസ്റ്റമാണ്. ഇപ്പൊ നമ്മൾ തന്നെ താൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ യൂണിറ്റ് കണ്ടെത്താൻ എത്ര സമയം എടുക്കും, അതിന് നോട്ട് കണ്ടെത്താൻ എത്ര സമയം എടുക്കും. ഇത് ഇവിടുത്തെ എല്ലാം പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എഫിഷ്യൻസി ലെവൽ കൂടും. കാരണം അവർക്ക് പഠിച്ചാൽ മാത്രം മതി. ഇതെല്ലാം ഡെയിലി കൊടുക്കുന്നത്. അവർ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡെയിലി എക്സാംസ് പോകുന്നുണ്ട്. പോൾ എന്നുള്ള രീതിയിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോൾ ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ ആപ്പ് ത്രൂ ഡെയിലി എക്സാം വരുന്നുണ്ട്, പിന്നെ വീക്ക്ലി എക്സാം വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കുറച്ച് സ്റ്റുഡൻസ് എക്സാം എഴുതിയതിന്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ റാൻഡം ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം. അതെ, അതായത് എക്സാം എഴുതിയെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു വലിയ ആൾക്കാരോട് കൂടി മത്സരിച്ച് നോക്കണം. എങ്കിലാണ് എനിക്ക് എൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഞാൻ എന്ത് പഠിച്ചു എന്നൊക്കെ ഉള്ളത് മനസ്സിലാവുകയുള്ളൂ. അപ്പം ഡെയിലി എക്സാംസ് എത്ര മാർക്കിനാണ് ഡെയിലി എക്സാം നടക്കുന്നത്? നമുക്ക് ഡെയിലി എക്സാം ടോപ്പിക് വെച്ചാൽ 15 മുതൽ 30 മാർക്ക് വേരിയേഷൻ. ചില ദിവസം 15 മാർക്ക്, ചില ദിവസം 20 മാർക്ക്, ചില ദിവസം 30 മാർക്ക്. വീക്കിലി എക്സാം വരുമ്പോഴത്തേക്ക് 50 തൊട്ട് 100 വരെയുള്ള മാർക്കിന്റെ അവർക്ക് പഠിക്കാനുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പൊ ഡെയിലി എക്സാംസും വീക്കിലി എക്സാംസും ഉണ്ട്. അതിന് മാർക്ക് ലിസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഇതിപ്പോ നമ്മുടെ ഡെയിലി എക്സാം 15 മാർക്കിന് ഇട്ടേക്കുന്നതാണ്. അതിന് വെച്ചിട്ട് അവരുടെ റാങ്ക് ലിസ്റ്റ്, ഇപ്പൊ നമ്മള് PSC എക്സാം എങ്ങനെയായിരുന്നു നെഗറ്റീവ് മാർക്ക്, അതോടൊപ്പം തന്നെയാണ്
നമ്മൾ അതേ രീതിക്കാണ് കൊടുക്കുന്നത്. അതാണ് ഇവിടെ മാർക്ക് ലിസ്റ്റില് അതാണ് മാർക്ക് ലിസ്റ്റിൽ ഇങ്ങനെ ഉണ്ടാകും. ആദ്യത്തെ റാങ്ക് കിട്ടുന്നവരെ അനുമോദിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ് പഠിക്കാനായിട്ട്. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നറിയുന്നവർക്ക് ഇതൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെ ഡെയിലി നമുക്ക് പോകാൻ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. ഏത് ദിവസമാണ് ഇതിന്റെ ഒരു വലിയ എക്സാം നടത്തുന്നത്? ഏത് ദിവസമാണോ? ശനിയാഴ്ച. അതായത് നമുക്ക് ഡെയിലി എക്സാം എന്നും പോകും. രാത്രി 12 മണി വരെ അവരോട് അറ്റൻഡ് ചെയ്തോളാൻ പറയാം. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് ഗ്രൂപ്പ് ഷെയർ ചെയ്യും. അപ്പൊ അന്ന് 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം സാമട്ടി പോകുന്നവരാണെങ്കിൽ അവർക്ക് തന്നെ ഒരു തോന്നൽ, എനിക്കും പഠിക്കണം, എനിക്കും എക്സാം അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് നമുക്ക് കോൾസ് ബാക്ക്, അതായത് ഒന്നും മടിച്ചിരുന്നവരുടെ പിന്നെ ഒന്ന് അവരെ റിഫ്രഷ് ആയിട്ട് തുടങ്ങാം, പഠിക്കാം, എനിക്കും എഴുതണം, പഠിക്കണം എന്നുള്ള ഒരുപാട് കോൾസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പോ രാവിലെ ടോപ്പിക്ക് കൊടുക്കും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ ഡെയിലി എക്സാം ഇടും, പിറ്റേ ദിവസം റാങ്ക് ലിസ്റ്റ് കൊടുക്കും. എന്നിട്ട് അത് ഒരാഴ്ച പോയി വീക്കിലി എക്സാം നമ്മൾ സൺഡേ കണ്ടക്ട് ചെയ്യും. സൺഡേ ആണ് ഒരു വീക്കിലി എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വീക്കിൽ പഠിക്കാനുള്ളതുണ്ടാവും. ഇനിയും ഇത് മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്, ആപ്പിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ലൈവ് സെഷൻസ് ഉണ്ടാകും. ലൈവ് സെഷൻസിൽ നിങ്ങൾ ഈ പഠിച്ചിട്ട് വരുന്നത് ഞങ്ങൾ അധ്യാപകർ നിങ്ങളോട് വീണ്ടും അതിൻ്റെ ഡീറ്റെയിൽഡ് പഠിച്ചതിൻ്റെ കാര്യത്തിന് പുതിയ PSC ക്വസ്റ്റ്യൻസ്, വീണ്ടും റിവിഷൻസ്, കൂടുതൽ ഫാക്റ്റുകൾ പഠിപ്പിക്കുക, അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ എന്തിൽ ചെയ്യുന്നത്? ലൈവ് ക്ലാസ്സുകളിൽ വന്ന് നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല മിസ്സേ, നമ്മളിപ്പോ ഇന്നത്തെ ആഴ്ച കൊടുക്കുന്ന ടോപ്പിക്ക് തന്നെയാണ് നമുക്ക് ആ ആഴ്ച ലൈവ് ക്ലാസ്സിൽ. അതായത് കുട്ടികൾക്ക് ഒരു വിഷമം വരുന്നത്, ഇത് റെക്കോർഡഡ് ക്ലാസ് ആണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ നമുക്ക് 8 ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ 6 ദിവസമേ നമുക്ക് ക്ലാസ് ഉണ്ട്. അതിൽ 8 ലൈവ് ക്ലാസ്, 8 മണിക്കൂറിന്റെ അല്ല, നമുക്ക് 9 മണിക്കൂറിന്റെ ലൈവ് ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇപ്പൊ ഈ ഫിസിക്സിൽ ചലനമാണ് പഠിക്കുന്നതെങ്കിൽ അന്ന് ചലനം നമ്മൾ ഇർഷാദ് സാറൊക്കെ നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസ് PYQ അനലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെയും പറയാനുണ്ട്. സിസ്റ്ററുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് വരെ, സിവിൽ സർവീസ് വരെ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. നെറ്റ് എന്ന് പറയുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ വരെയുള്ള കോച്ചിങ് സെന്റർ ആണ് നമ്മുടെ CC എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സബ്ജക്റ്റിനും ആ സബ്ജക്റ്റ് എക്സ്പേർട്സ് ആണ് വരുന്നത്. അവർ നിങ്ങളുടെ ലെവലിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെയാണ് സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ ഇതെല്ലാം പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഇനി അതുകൂടാതെ തന്നെ ഒരു മെന്റർഷിപ്പ് ക്ലാസ് നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നു. അതായത് എല്ലാ ആഴ്ചയും ശനിയാഴ്ച, അപ്പൊ ആ ഒരാഴ്ചത്തെ ക്ലാസ്സിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടാവും. ഇപ്പൊ ചിലർ മിസ്സേ അങ്ങനെ ചെയ്യാവോ, അപ്പൊ ഞങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയാ ക്ലാസ് കൊടുക്കുന്നത്, മെന്റർഷിപ്പ് കൊടുക്കുന്നത്. അപ്പൊ അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ അവരുടെയും കൂടെ അഭിപ്രായങ്ങൾ വെച്ചിട്ട് പ്ലാൻ ചെയ്ത് കൊടുക്കും. അപ്പൊ എല്ലാ ശനിയാഴ്ച നിങ്ങളൊരു മെന്റർഷിപ്പ് ക്ലാസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ചോദിക്കുകയും ചെയ്തില്ലേ? അധ്യാപകർ പഠിപ്പിച്ചെല്ലാം ചോദിക്കുകയും ചെയ്യും. അപ്പൊ അവര് പറയും, ഇപ്പൊ ഇന്ന ടീച്ചർ ആ ടോപ്പിക് എടുത്തത് മനസ്സിലായില്ല, ഞങ്ങൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പൊ അടുത്ത ലൈവ് വരുമ്പോഴത്തേക്കും നമ്മൾ അത് ഒന്നും കൂടെ അവർക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു ക്ലാസ് ടീച്ചറിന്റെ ധർമ്മവും ഒരു മെന്റർഷിപ്പ് ക്ലാസ്സും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് CCയിലെ കുട്ടികൾക്ക് ഇത്രയും റാങ്ക് കിട്ടുന്നത്? അതായത് എപ്പോഴും CCയുടെ നിങ്ങൾ നോക്കിയാൽ മതി. ഞങ്ങൾ പറയുന്ന ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കഴിഞ്ഞ LPSA UPSA ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചത്. എല്ലാ സ്റ്റുഡൻസിനും പരിഗണന കൊടുക്കുക, അവരെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുക. അവർക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നാൽ അവർക്കൊരു കോൺഫിഡൻസ് ആണ്. അവർ പഠിക്കുന്നതിനെ വേരി ചെയ്ത് അവരുടെ റാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. പക്ഷെ എല്ലാവരെയും പരിഗണിക്കുക. മിസ്, നമ്മൾ ഡെയിലി എക്സാമിന്റെ കൂടെ തന്നെ അവർക്ക് വർക്ക്ഔട്ട് ഷീറ്റ്സും കൂടെ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പറയാൻ വിട്ടുപോയിന്ന് തോന്നുന്നു. അത് വർക്ക്ഔട്ടിൽ എന്തൊക്കെയാണ് പ്രത്യേകതകളുള്ളത്? ഇപ്പൊ ഒരു ദിവസം നമ്മൾ ടൈം ടേബിൾ കാണിച്ചപ്പോ കണ്ടു ഒരു 3, 4, 5 വിഷയവുമായി ബന്ധപ്പെട്ട് പല ടോപ്പിക്സ്. അപ്പൊ ആ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ആവാം, നോട്ട്സ് ആവാം, ഇപ്പൊ ആൻസർ ഒന്ന് അതിന്റെ എക്സ്പ്ലനേഷൻസ് ആവാം. അപ്പൊ അതവർക്ക് കൊടുക്കുമ്പോൾ ഇപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഇംഗ്ലീഷിൽ ഒരു 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പാർട്ടാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കും, ആൻസർ കൊടുക്കും. അത് കൂടാതെ മറ്റെന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ വരാം, അതെല്ലാം നമ്മൾ അവർക്ക് നോട്ട്സ് ആയിട്ട് കൊടുക്കും. അപ്പൊ അവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് MEM തന്നെയല്ലേ? MEM തന്നെയാണ്. പിന്നെ നമ്മുടെ ടോപ്പിക് സബ്ജക്റ്റിൽ വരുന്നതും കൂടെ കൊടുക്കാറുണ്ട്. വീണ്ടും സയൻസും ഹിസ്റ്ററി നമ്മുടെ ടോപ്പിക്കിലുണ്ടെങ്കിൽ ഹിസ്റ്ററി കൊടുക്കും, സയൻസ് ഉണ്ടെങ്കിൽ സയൻസ്. അവർക്ക് അതിൽ നിന്നുള്ള മാക്സിമം കാര്യങ്ങളും ക്വസ്റ്റ്യൻസും കിട്ടണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലായല്ലോ. ഈ രീതിയിൽ ആദ്യം തൊട്ടേ പഠിച്ചു കഴിഞ്ഞാൽ 1ാം റാങ്കോ 10ാം റാങ്കോ 100ാം റാങ്കോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതേ ഉള്ളൂ. കാരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ബാച്ചുകളാണ് LPSA UPSAയിൽ CC സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പം തന്നെ എല്ലാവരും പഠിക്കാനായിട്ട്. ഇനിയും ഒരുപാട് പേര് ചോദിക്കും, ഞങ്ങൾക്ക് ഇനി ഇത് തുടരാൻ പറ്റുമോ, ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പം ആർക്കെങ്കിലും ഒക്കെ പുതിയ ബാച്ചിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് പറയാം,
നമ്മളൊപ്പം ഉണ്ട് അവരുടെ. നമ്മളൊപ്പം ഉണ്ടാകും. അത് തന്നെയാണ് എപ്പോഴും ത്രൂ ഔട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും. പഠിക്കാൻ ആഗ്രഹമുള്ള മക്കളെ ഇനി പോന്നോളൂ. LPSA UPSA എന്നുള്ള സ്വപ്നം അവരുടെ കൈകളിൽ തന്നെ. അവരുടെ കയ്യിൽ തന്നെ. അപ്പോൾ മറക്കേണ്ട, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവരും ഇനി പോന്നോളൂ.